അങ്ങനെ ഞാനും എൻ്റെ മൂത്ത സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. വീട്ടിലുള്ള എല്ലാവരും ഇവിടെ തന്നെയാണുള്ളത്. അപ്പം ഞാൻ നേരത്തെ ഉള്ളിലേക്ക് കയറി പുറത്തേക്ക് ഇറങ്ങിയതാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് ഒരു വർഷമായിട്ടുള്ളൂ കുട്ടിക്കൽ കഴിഞ്ഞിട്ട് വീടിൻ്റെ. അപ്പം നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് പോവാം. വളരെ മൗനമായി അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അളിയനെ കാണാം. യെസ്, അളിയൻ അവിടെ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ ആരെ കാണാം? വലതുഭാഗത്തുള്ള റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ മാതാജിയെ കാണാം. അതെ, മാതാജി അവിടെ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പിന്നെ നമുക്ക് ഇവിടെ അധികം നിൽക്കണ്ട, വേഗം തിരിഞ്ഞു നടന്നേക്കാം. മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു കുട്ടിയുടെ കരച്ചിൽ കേൾക്കാം അല്ലേ? ഇത് വേറെ ആരുമല്ല, എൻ്റെ രണ്ടാമത്തെ സിസ്റ്ററിൻ്റെ മോനാണ്. അവനെ ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് നമ്മുടെ ഇടത് ഭാഗത്തെ റൂമിൽ ആരുണ്ട് നോക്കാം. ആരുമില്ല. ഇത് നമ്മുടെ നിസ്കാര മുറിയാണ്. യെസ്, ഇയാളാണ് നേരത്തെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വിരുദ്ധൻ. ഇത് എൻ്റെ കാക്ക മിലൻ ഐബക്. രണ്ടുപേരും നല്ല വികൃതിക്കാരാണ്. ഇത് മിലൻ ഐബക്കും മറ്റേത് അലൻ തഹാനും. ഇന്നിപ്പോൾ എല്ലാവരും കൂടിയ സ്ഥിതിക്ക് പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാമെന്നാണ് അടയം പറഞ്ഞത്. അപ്പം പുറത്ത് പോയി ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. യെസ്, അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് പേര് കാറിലും കുറച്ച് പേര് ബൈക്കിലും. അപ്പം കാറുകാർ പോയി, ഇനി നമുക്കും പോവാം. യെസ്, നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയത് ഗീ കഫേ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ്. അവിടെ നല്ല മസാല ദോശ കിട്ടുമെന്ന് പറഞ്ഞ് കയറിയതാണ്. അപ്പോൾ അതിനുള്ള വെയിറ്റിങ്ങിലാണ് എല്ലാവരും. അപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് രാവിലെ കാണാം. ഓക്കെ. അങ്ങനെ രാവിലെ ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സമയം 7:30. സത്യം പറയാം, നല്ല പ്രകൃതി രമണീയമായ അന്തരീക്ഷമുള്ളൊരു സ്ഥലമാണിത്. ഇതിൻ്റെ ഇവിടുത്തെ രാവിലെയൊക്കെ പ്രത്യേക ഭംഗിയാണ്. നല്ല വയലോരങ്ങളും ഫുൾ അധികം വയലാണ് ഈ സ്ഥലം, ഈ പ്ലേസിൽ മൊത്തം. അത് തൊട്ടടുത്ത് തന്നെയാണ്, വയലിന് തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് വീട്. അതുകൊണ്ട് തന്നെ നല്ല രസമാണ് ഇവിടുത്തെ രാവിലെകളൊക്കെ, പ്രത്യേകിച്ച് രാവിലെ വൈകുന്നേരമൊക്കെ. ഒരു ന്യൂസ് പേപ്പറല്ലേ കാണുന്നത്? അതെ, എത്ര കാലമായി അറിയാം ന്യൂസ് പേപ്പറൊക്കെ വായിച്ചിട്ട്. നമ്മളെ വീട്ടിലൊക്കെ അത് നിർത്തലാക്കി, വേറെ ഒന്നുകൊണ്ടല്ല, ആരും വായിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു കൗതുകം. അതെ, അങ്ങനെ നമ്മുടെ മദർ അവിടെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ വീട് തുടച്ച് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമുക്ക് ഉള്ളിലേക്ക് പോയി നോക്കാം രാവിലത്തെ പരിപാടികൾ. നമ്മുടെ ഫാദർ അതാ സോഫയിൽ ഇരിക്കുന്നു. രണ്ടാമത്തെ സിസ്റ്റർ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നു. മോനതാ വീഡിയോ കാണുന്നു. ഇനി നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോയി നോക്കാം. അവിടെ നമ്മുടെ മൂത്ത സിസ്റ്റർ എന്ത് ചെയ്യുന്നു നോക്കാം. നല്ല എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണേ രാവിലെ തന്നെ. വാവ്, നല്ല ചിക്കൻ്റെ സ്മെല്ല്, ചിക്കൻ കറിൻ്റെ നല്ല ചിക്കൻ കറിയും പിന്നെന്താ പൂരിയുമാണെന്ന് തോന്നുന്നു. യെസ്, വാവ്. പൂരിക്കുള്ള മാവാണ്. അതെ, നമ്മളെ ഫാദറും ചിൽഡ്രൻസും അവിടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പിന്നെ നമ്മൾക്കും കഴിച്ചേക്കാം അല്ലേ? വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഫുഡ് അടിക്കാൻ പറ്റും. എവിടെ ചിക്കൻ കറി? ചിക്കൻ കറി എവിടെ? രോഗം വന്ന കോഴിക്ക് അതിസാഹസികമായി മരുന്ന് കൊടുക്കുന്ന അളിയനാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അളിയനൊക്കെ എന്ത്
അപ്പോൾ ഞാൻ ഇവരുമായിട്ടൊന്ന് കറങ്ങിയിട്ട് വരാം. ഇവർ കുറേ നേരമായി പറയുന്നു ഒന്ന് കറങ്ങാൻ പോകുക. ഇവിടെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളുണ്ട്. ഞാനതൊന്നും ക്യാപ്ചർ ചെയ്തില്ല, കാരണം കുറച്ച് ഡേഞ്ചറാണല്ലോ. ഇത്രയും കൂട്ടി പോകുമ്പോൾ വേറെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കൂടുതൽ സാമഗ്രികളൊക്കെ നമ്മുടെ കയ്യിൽ വരുമ്പോൾ എടുക്കാം. അപ്പം നമ്മളെ ആദ്യത്തെ ലോങ് വീഡിയോ ആണിത്. അപ്പം ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്. അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഓക്കെ, ബൈ. മൈക്കില്ല നമുക്ക്.